യോഗാധ്യക്ഷൻ സഖാവ് KN ബാലഗോപാലൻ, ബഹുമാന്യനായ സഹകരണ വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, പ്രൊഫസർ രാജശ്രീ, വൈസ് ചാൻസലർ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി, ഡോക്ടർ ഇക്ബാൽ ഓൺലൈനായി ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നുണ്ട്, KN ഹരിലാൽ, BK പ്രശാന്ത് MLA, സിദ്ദിഖ് റബിയാത്ത്, വിനീഷ്, ഷഫീഖ് വടക്കൻ, ഡോക്ടർ V ശിവദാസൻ, അഡ്വക്കേറ്റ് M രന്തീഷ്, പ്രിയപ്പെട്ട സ്നേഹിതരെ, നിങ്ങളുടെ ഈ യുവജന പ്രഗത്ഭന്മാരുടെ ഉച്ചകോടിയിൽ സംബന്ധിക്കാൻ അവസരം ലഭിച്ചതിൽ എനിക്കതിയായ സന്തോഷമുണ്ട്. കേരള സമൂഹത്തെ ഒരു വിജ്ഞാന സമൂഹമായി വികസിപ്പിക്കുന്നതിന് വിവിധ മേഖലകളിൽ എന്തെല്ലാം കടമകളാണ് നിർവഹിക്കേണ്ടത് എന്ന വിഷയമാണ് നിങ്ങൾ ചർച്ച ചെയ്തത്. തീർച്ചയായും കേരളത്തിൻ്റെ ഭാവി ഒരു വിജ്ഞാന സമൂഹം എന്ന നിലയിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് നേടാനാവുന്ന നേട്ടങ്ങൾ ഇത് കണക്കാക്കി വളരെ ഗൗരവപൂർണമായൊരു ചർച്ചയാണ് ഇന്നലെയും ഇന്നുമായി നിങ്ങളിവിടെ നടത്തിയത്. തീർച്ചയായും ഒരു വിജ്ഞാന സമൂഹമായി കേരള സമൂഹത്തെ വികസിപ്പിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഇന്നത്തെ തലമുറയുടെ ആവശ്യമാണ്. എന്താ വിജ്ഞാന സമൂഹം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നും നിങ്ങളോട് ചുരുക്കത്തിൽ പറയാം. അറിവ് നിരന്തരം സൃഷ്ടിക്കാൻ, വികസിപ്പിക്കാനാവണം. ആ അറിവ് പ്രചരിപ്പിക്കാൻ കഴിയണം. ആ അറിവ് നാടിൻ്റെ സാമ്പത്തിക, സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക ജീവിതത്തെ വികസിപ്പിക്കാൻ പ്രയോജനപ്പെടുത്താനാവണം. സാധാരണഗതിയിൽ വിജ്ഞാന സമൂഹം എന്ന തരത്തിൽ പലരും കണക്കാക്കുന്നത് ആധുനിക സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയ വ്യവസായങ്ങളിൽ കേന്ദ്രീകരിക്കുന്ന, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിൽ കേന്ദ്രീകരിക്കുന്ന വ്യവസായങ്ങളുള്ള ഒരു സമൂഹം എന്ന നിലയിൽ മാത്രമാണ്. ആ നിലയിൽ മാത്രമായി ഞാനിതിനെ കാണുന്നില്ല. തീർച്ചയായും ഇത് പ്രധാനമാണ്. എന്നാൽ ഇതോടൊപ്പം നമ്മുടെ നാട്ടിലെ പഴയ അറിവുകളുണ്ട്, പുതിയ അറിവുകളുണ്ട്. ഈ അറിവുകളാകെ കൃഷി, വ്യവസായങ്ങൾ, സേവനം തുടങ്ങിയ എല്ലാ മേഖലകളെയും കൂടുതൽ ഉൽപ്പാദനക്ഷമമാക്കുന്നതിന് ഉപയോഗപ്പെടുത്തുന്ന ഒരു സമൂഹം കൂടിയാണ് വിജ്ഞാന സമൂഹം. ആ നിലയിൽ മൊത്തത്തിലുള്ള ക്ഷേമത്തിന് ഈ അറിവുകളെയാകെ പ്രയോജനപ്പെടുത്തുന്നതാണ്. അതോടൊപ്പം പണിയെടുക്കുന്ന ജനവിഭാഗങ്ങളിൽ ഇന്ന് ഒരു വലിയ വിഭാഗം വേണ്ടത്ര ഉൽപ്പാദനക്ഷമമല്ലാത്ത, അതുപോലെ പലപ്പോഴും ഉപജീവനം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള അനൗപചാരിക മേഖലകളിൽ ഒതുങ്ങി നിൽക്കേണ്ടി വരുന്നുണ്ട്. ഈ തൊഴിലെടുക്കുന്ന സമൂഹത്തെ ഉൽപ്പാദനക്ഷമമായ മറ്റു മേഖലകളിലേക്ക് നമുക്ക് നയിക്കാനാവണം.
ആ നിലയിൽ ഇതുവരെ ആർജിച്ച എല്ലാ അറിവുകളെയും കണക്കിലെടുത്ത് സമൂഹത്തിൻ്റെ പൊതുവായ സാമ്പത്തികമായ, സാമൂഹ്യമായ, രാഷ്ട്രീയമായ, സാംസ്കാരികമായ വികാസത്തിന് നിരന്തരം പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെയാണ് വിജ്ഞാന സമൂഹമായി കാണുന്നത്. നമുക്കറിയാം, ഇന്ന് മനുഷ്യനാകെ ആർജിച്ച അറിവ് പൂർണ്ണമായിട്ടില്ല, പൂർണ്ണമാകാനുള്ള പ്രക്രിയയിലാണ്. ഇന്നുള്ള അറിവ് വെച്ച് നടത്തുന്ന പ്രയോഗം, കിട്ടുന്ന പുതിയ അനുഭവങ്ങൾ, അതിനെ ഉൾപ്പെടുത്തി അറിവിനെ നിരന്തരം വികസിപ്പിക്കാനുള്ള പരിശ്രമം, വികസനം, ഈ നിലയിൽ കൂടുതൽ കൂടുതൽ അറിവിലേക്കുള്ള പ്രയാണമാണ്. ഈ ആർജിക്കുന്നതിനെയാകെ എല്ലാ മേഖലകളിലും ഉള്ള അറിവ് സമൂഹത്തിൻ്റെ ആകെ വികാസത്തിന് നമുക്ക് പ്രയോജനപ്പെടുത്താനാവണം. ആ നിലയിൽ നമ്മുടെ സമൂഹത്തിലെ ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, പല സ്വഭാവത്തിലുള്ള പിന്നോക്ക നിലയുണ്ട്. ഇതിനെയെല്ലാം വിജ്ഞാനത്തെ ആകെ പ്രയോജനപ്പെടുത്തി പരിഹാരം കണ്ട് പുരോഗതിയിൽ നിന്ന് കൂടുതൽ പുരോഗതിയിലേക്ക് പ്രയാണം ചെയ്യുന്ന ഒരു സമൂഹത്തെയാണ് ഞാൻ വിജ്ഞാന സമൂഹമായി കാണുന്നത്. ആ നിലയിൽ നമുക്ക് കേരള സമൂഹത്തെ വികസിപ്പിക്കേണ്ടതുണ്ട്. നാം ഇന്ന് ജീവിക്കുന്നത് ശാസ്ത്രത്തിൻ്റെ രംഗത്ത് വലിയ നേട്ടം നേടിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. വലിയ കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടമാണ്. ഈ അടുത്ത കാലത്ത് ഇസ്രായേലിൻ ചരിത്രകാരനായ യുവാൽ നോഹ് ഹരാരിയുടെ സേപ്പിയൻസ് എന്ന മനുഷ്യരാശിയുടെ ഒരു ഹ്രസ്വ ചരിത്രം എന്ന പുസ്തകം ഞാൻ വായിച്ചു. ഇപ്പോൾ പരമ്പരാഗത രീതിയിൽ മനുഷ്യ സമൂഹത്തിൻ്റെ ചരിത്രത്തെ വിഭജിക്കുകയല്ല അദ്ദേഹം ചെയ്തത്. നമുക്കറിയാം, പലതരത്തിൽ പല ചരിത്രകാരന്മാർ സാമൂഹ്യ വളർച്ചയുടെ ചരിത്രത്തെ പല സ്വഭാവത്തിൽ വിഭജിച്ചിട്ടുണ്ട്. പ്രീ ഹിസ്റ്ററി, ക്ലാസിക്കൽ, മിഡിൽ ഏജസ്, ഏർലി മോഡേൺ ഏജ്, മോഡേൺ എറ എന്നൊക്കെ ചിത്രീകരിക്കുന്നതുണ്ട്. പ്രാകൃതഘട്ടം, അടിമ ഉടമ വ്യവസ്ഥ, നാട്ടുവാഴിത്ത വ്യവസ്ഥ, മുതലാളിത്ത വ്യവസ്ഥ, പിന്നീട് സോഷ്യലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ്, ഇങ്ങനെ വിഭജനം. ഇദ്ദേഹം മറ്റൊരു തരത്തിലാണ് ചരിത്രത്തെ വിഭജിച്ചത്. ഏതാണ്ട് ഒരു 70,000 കൊല്ലങ്ങൾക്ക് മുമ്പ് കോഗ്നിറ്റീവ് റെവല്യൂഷൻ നടന്നു, അറിവ് സംബന്ധിച്ചുള്ള റെവല്യൂഷൻ നടന്നു. അതിനുശേഷമാണ് മനുഷ്യൻ്റെ ചരിത്രം. 12,000 കൊല്ലങ്ങൾക്ക് മുമ്പാണ് കൃഷിയുടെ വിപ്ലവം നടക്കുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞത് 500 കൊല്ലങ്ങൾക്ക് മുമ്പാണ് 1500 ഇപ്പം ചരിത്രത്തിൻ്റെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വരും വർഷങ്ങൾ. ഏതാണ്ട് ഒരു 500 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഈ ശാസ്ത്രത്തിൻ്റെ വിപ്ലവം നടന്നത്. ഇന്നിപ്പോൾ ഈ ശാസ്ത്രത്തിൻ്റെ വിപ്ലവഘട്ടത്തിൽ, ശാസ്ത്രവിജ്ഞാന വിപ്ലവഘട്ടത്തിൽ ഉള്ള നേട്ടങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എല്ലാ മേഖലകളിലും മനുഷ്യ സമൂഹം വലിയ പുരോഗതി നേടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 1500 അന്നത്തെ ജനസംഖ്യ ലോകത്താകെ ഏതാണ്ട് 50 കോടി ആളുകൾ മാത്രമാണ്. ഇന്നിപ്പോൾ 700 കോടിയായി എന്ന് പറഞ്ഞാൽ 500 കൊല്ലക്കാലം കൊണ്ട് ജനസംഖ്യ 14 ഇരട്ടി വളർന്നു.
ഈ പുതിയ സാധ്യതകളെ പ്രയോജനപ്പെടുത്തി. അതാണ് ജനസംഖ്യാ വർധനവിനും കാരണം. അതുമാത്രമല്ല, ഉൽപാദന രംഗത്തെ വളർച്ച 240 ഇരട്ടിയാണ്. ഊർജരംഗത്തെ വളർച്ച 115 ഇരട്ടിയാണ്. അതിന് മുമ്പെങ്ങും സ്വപ്നം കാണാൻ കഴിയാത്ത തരത്തിലുള്ള നേട്ടങ്ങൾ ഈ കഴിഞ്ഞ 5 കൊല്ലക്കാലത്ത് അറിവിൻ്റെ ഈ പുതിയ കുതിച്ചുചാട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യ സമൂഹത്തിന് നേടാനായി എന്നതാണ്. ഇപ്പോൾ പഴയ വാനരൻ നരനായി മാറി. അത് ഇപ്പോൾ എംഗൽസിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകം, ഒരു ലഘു അധ്യായമുണ്ട്. അധ്വാനം എങ്ങനെ വാനരനെ നരനാക്കി. ചുറ്റുപാടിനെ പറ്റി പഠിച്ച്, ചുറ്റുപാടിനെ അറിവ്, ചുറ്റുപാടിൽ മാറ്റം വരുത്തി, ചുറ്റുപാടിനെ പ്രയോജനപ്പെടുത്തി. ഇന്നിപ്പോൾ ഈ വളർച്ചയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ സർവശക്തനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് എല്ലാ മേഖലകളിലും ഇന്നിപ്പോൾ ഓടാനും ചാടാനും പറക്കാനും നീന്താനും വെള്ളത്തിൻ്റെ അഗാധതയിലേക്ക് മുങ്ങാനും ദൂരെയുള്ളത് കാണാനും ദൂരെയുള്ളത് കേൾക്കാനും എല്ലാ ജന്തുക്കളെക്കാട്ടിലുമുള്ള കഴിവ് ഈ ശാസ്ത്രത്തിൻ്റെ സഹായത്തോടെ മനുഷ്യൻ ആർജിച്ചു. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതില്ല. അതുമാത്രമല്ല, ഇപ്പോൾ സംഹാരത്തിൻ്റെ കാര്യത്തിൽ വലിയ കരുത്തല്ലേ ആർജിച്ചിരിക്കുന്നത്. ആറ്റം 1945 അത് പൊട്ടിച്ചത്. ഇന്നിപ്പോൾ ആ രംഗത്തും സംഹാരത്തിൻ്റെ രംഗത്തും മനുഷ്യൻ്റെ കരുത്ത് വൻതോതിൽ വളർന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് മനുഷ്യൻ്റെ ഈ ശാസ്ത്രരംഗത്തെ വളർച്ച, അറിവിൻ്റെ വളർച്ച ഗുണപരമായ ഒരു പുതിയ കുതിച്ചുചാട്ടത്തിലേക്ക് എത്തുന്നു എന്നതാണ്. അതിനെ സംബന്ധിച്ച് തർക്കങ്ങളുണ്ട്. എന്താ ഇതുവരെയുള്ള ജീവജാലങ്ങളുടെ വളർച്ച അതിൻ്റെ ബയോളജിക്കലായിട്ടുള്ള നിശ്ചിതമായ പരിധിക്കുള്ളിലായിരുന്നു. ഇപ്പം നാച്ചുറൽ സെലക്ഷൻ. ഇന്ന് മനുഷ്യൻ്റെ കരുത്ത് ഇൻ്റലിജൻ്റ് ഡിസൈനിലേക്ക് മനുഷ്യൻ്റെ വിജ്ഞാനരംഗത്തെ വളർച്ച എത്തുന്നു എന്നതാണ്. ജീവജാലങ്ങളെ തന്നെ പുതുതിനെ സൃഷ്ടിക്കാൻ ഇന്നുവരെ നാച്ചുറൽ സെലക്ഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടായത്. നിരവധി കോടി കൊല്ലങ്ങളായി. എന്നാൽ ഈ പുതിയ ശാസ്ത്രത്തിൻ്റെ സഹായത്തോടെ, അറിവിൻ്റെ സഹായത്തോടെ ആ ലാസ് ഓഫ് നേച്ചർ, നാച്ചുറൽ സെലക്ഷൻ്റെ ലാസിൽ ഇന്നിപ്പോൾ ഇൻ്റലിജൻ്റ് ഡിസൈൻ, ബുദ്ധിപരമായ ഈ രചന, അതിനുള്ള സാധ്യതകൾ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ഇപ്പോൾ 3 തരത്തിലാണ് ഇതിനെപ്പറ്റി സാധാരണഗതിയിൽ പറയാറുള്ളത്. ഒന്നിപ്പോൾ ബയോളജിക്കൽ എഞ്ചിനീയറിങ്, ജനറ്റിക്കൽ എഞ്ചിനീയറിങ്. ഈ കഴിഞ്ഞ 10-15 കൊല്ലക്കാലത്തിനിടയിൽ എന്തു വലിയ പുരോഗതിയാണ് ആ മേഖലയിൽ മനുഷ്യൻ ആർജിക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഏറ്റവും ആധുനികം കഴിഞ്ഞ 5-6 കൊല്ലക്കാലത്തിനിടയിൽ CRISPR, ക്രിസ്പർ Cas9 ജനറ്റിക് DNA സീക്വൻസിൽ എഡിറ്റ് ചെയ്യാനുള്ള ത്രാണി മനുഷ്യൻ ആർജിച്ചിരിക്കുന്നു എന്നതാണ്. അത് പുതിയ മനുഷ്യരെ സൃഷ്ടിക്കാൻ, പുതിയ സ്വഭാവങ്ങൾ സൃഷ്ടിക്കാൻ അത് മനുഷ്യൻ്റെ വിജ്ഞാനം ആർജിച്ചുകൊണ്ടിരിക്കുന്നു, അതിവേഗം വികസിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ്. ഈ നിലയിൽ നാച്ചുറൽ സെലക്ഷനിൽ നിന്ന്
ഇൻ്റലിജൻ്റ് ഡിസൈനിലേക്കുള്ള ഒരു ക്വാളിറ്റേറ്റീവ് ചേഞ്ച് ഈ അടുത്ത കാലത്ത് വിജ്ഞാനത്തിൻ്റെ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ്. അതുപോലെ സൈബോർഗ് എഞ്ചിനീയറിംഗ്. സൈബോർഗ്സ് എന്നാൽ ജൈവഭാഗങ്ങളും ജൈവേതര ഭാഗങ്ങളും ഒരുമിച്ച് ചേർത്തുള്ളതാണ്. അത് വലിയ നിലയിൽ വികസിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ്. അതുപോലെ ജൈവേതര മേഖലകളിലെ എഞ്ചിനീയറിംഗ്, ഉദാഹരണത്തിന് കമ്പ്യൂട്ടർ എക്സ്പേർട്സ് ഇവിടെ ഉണ്ടാവും. ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറുണ്ട്. ഇന്നിപ്പോൾ പ്രോഗ്രാമിംഗ് വഴി, കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് വഴി സ്വതന്ത്രമായ വികാസം, മെഷീൻ ലേണിംഗ് മേഖലയിലെ വികാസം, സ്വയം വികാസം നേടുന്ന പുതിയ അറിവ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ കഴിവ് സ്വയം ആർജിക്കുന്ന തരത്തിൽ ഇന്ന് ഈ കമ്പ്യൂട്ടർ മേഖലയിൽ ജൈവേതര വിഭാഗങ്ങളിൽ വലിയ വളർച്ച നേടിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ. ആ നിലയിൽ ഈ കഴിഞ്ഞ 10-50 കൊല്ലക്കാലത്തിനിടയിൽ, കഴിഞ്ഞ 500 കൊല്ലക്കാലം നോക്കണ്ട, ഈ കഴിഞ്ഞ 50 കൊല്ലക്കാലത്തിനിടയിൽ പുതിയൊരു കുതിച്ചുചാട്ടമാണ് അറിവിൻ്റെ മേഖലയിൽ. ഇനി ഒരു പക്ഷേ 50 കൊല്ലക്കാലം കാത്തിരിക്കേണ്ടി വരില്ല. ഒരു അടുത്ത ദശകത്തിൽ ഇതിനേക്കാൾ പുതിയൊരു കുതിച്ചുചാട്ടത്തിലേക്ക് മനുഷ്യൻ എത്തിച്ചേർന്നിരിക്കും അറിവിൻ്റെ വികാസത്തിൻ്റെ കാര്യത്തിൽ. ആ നിലയിൽ ഈ അറിവിൻ്റെ വികാസം, വിജ്ഞാനത്തിൻ്റെ വികാസം അനന്തമായ സാധ്യതകളെയാണ് നമ്മുടെ മുമ്പിൽ തുറന്നു തരുന്നത്. ഈ സാധ്യതകളെയാകെ നമുക്ക് ഉപയോഗപ്പെടുത്താനാവണം. ഈ സാധ്യതകളെയാകെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് ഇന്ന് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാവൂ, നാളെ വരാനിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാവും, ലോകത്തോടൊപ്പം നീങ്ങാനും ഇത് വളരെ പ്രധാനമാണ്. ഇപ്പം മനുഷ്യ സമൂഹത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, 6000-8000 കൊല്ലങ്ങൾക്ക് മുമ്പ് ആണ് സിവിലൈസേഷൻസ്, മെസൊപ്പൊട്ടോമിയ, ഇറാഖ്, സിറിയ, ടർക്കി തുടങ്ങിയ പ്രദേശങ്ങളിലെ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിലെ ഹരപ്പ സിവിലൈസേഷൻ, ഈജിപ്തിലെ സംസ്കാരം, അതുപോലെ മെക്സിക്കോ, ഗാട്ടിമാല, എൽ സാൽവദോർ, ഹോണ്ടുറാസ് തുടങ്ങിയ പ്രദേശങ്ങളിലെ മായൻ സിവിലൈസേഷൻ, പിന്നെ ചൈനീസുണ്ട്, ഗ്രീക്കുണ്ട്, പെർഷ്യനുണ്ട്, റോമനുണ്ട്. എന്നാൽ ഈ രാജ്യങ്ങളിലൊന്നുമല്ല ഈ സയൻറ്റിഫിക് റവല്യൂഷൻ നടന്നത്. മനുഷ്യ സമൂഹത്തിൻ്റെ വളർച്ചയുടെ, ഈ അറിവിൻ്റെ, അതിൻ്റെ പ്രയോഗത്തിൻ്റെ വളർച്ച നടന്ന ഈ പ്രദേശങ്ങൾ ഇന്നിപ്പോൾ പുറകോട്ട് മാറി, അല്ലെങ്കിൽ പുറകോട്ട് മാറി എന്ന് പറയാനൊക്കത്തില്ല, അവരെ കവച്ചു വെച്ചുകൊണ്ട് പുതിയ മേഖലകൾ കടന്നു വന്നു. ഈ പഴയ സിവിലൈസേഷന് ശേഷം ലോക ചരിത്രം പരിശോധിച്ചാൽ നിരവധി സാമ്രാജ്യത്വങ്ങൾ ലോകത്ത് ഉയർന്നു വന്നത് കാണാം. ഇന്ത്യയിലും മറ്റ് വിവിധ രാജ്യങ്ങളിൽ, ഞാൻ പോകുന്നില്ല. അന്നെല്ലാം ഇന്നിപ്പോൾ ഈ ശാസ്ത്ര വിപ്ലവത്തിൻ്റെ കേന്ദ്രങ്ങളായിരുന്ന ഇംഗ്ലണ്ട്, ജർമ്മനി, ഫ്രാൻസ് തുടങ്ങിയിട്ടുള്ള ആ യൂറോപ്യൻ മേഖല ഇവരോടൊപ്പം എത്തിയിരുന്നില്ല അന്ന്. ഇപ്പോഴാണ് യൂറോപ്പ് ഈ ശാസ്ത്രത്തിൻ്റെ നേതാക്കന്മാരായി, ലോകത്തിൻ്റെ നേതാക്കന്മാരായി, വിജ്ഞാനത്തിൻ്റെ നേതാക്കന്മാരായി ഇന്നത്തെ കടന്നു വന്നത്. ഞാനിത് സൂചിപ്പിച്ചത് എല്ലാ രാജ്യങ്ങളിലും ഈ മനുഷ്യൻ്റെ അറിവ്, അതിൻ്റെ പ്രയോഗം, അതിൻ്റെ അടിസ്ഥാനത്തിൽ നേടുന്ന വികാസം അടിവെച്ചൊരു രീതിയിലല്ല, വേവ്സാണ്. ഇന്നത്തെ ഈ പുതിയ സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ പിന്നോക്കം പോകാം. അങ്ങനെ
സംഭവിക്കരുത്. ആ നിലയിൽ ഈ വിജ്ഞാന രംഗത്തെ ഈ വലിയ വികാസത്തിൻ്റെ അനന്തമായ സാധ്യതകളെ നമുക്ക് പ്രയോജനപ്പെടുത്തി ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട് നമ്മുടെ കേരള സമൂഹത്തെ തുടർച്ചയായി വികസിക്കുന്ന ഒരു സമൂഹമാക്കി നമുക്ക് വളർത്തി തീർക്കാനാവണം. ഇതിൽ ഈ അറിവിൻ്റെ വികാസത്തെ പൂർണ്ണമായി ഉപയോഗിക്കാനുള്ള ഒരു ശാസ്ത്രീയ വീക്ഷണവും ആ നിലയിലുള്ളൊരു പ്രതിബദ്ധതയും വളരെ പ്രധാനമാണ്. അതിൽ ഇടതുപക്ഷങ്ങൾ, വിശേഷിച്ച് ഇടതുപക്ഷങ്ങളിലെ മാർക്സിസ്റ്റ് വിഭാഗം ഈ ശാസ്ത്രത്തിൻ്റെ വികാസം അങ്ങേ അറ്റം പ്രതിബദ്ധതയുള്ള വിഭാഗമാണ്. ഇന്നിപ്പോൾ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന BJP ഗവൺമെൻറ് എന്താ അവരുടെ ശാസ്ത്രത്തോടുള്ള സമീപനം? തികഞ്ഞ അശാസ്ത്രീയമായ സമീപനമാണ്, അന്ധവിശ്വാസങ്ങളുടെ സമീപനമാണ്. അവർ പറഞ്ഞ ജൽപ്പനങ്ങളാകെ ഞാനിവിടെ പറയുന്നില്ല. പഴയ ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് ഉണ്ടായിരുന്നു എന്നാണ് ഒരു സംസ്ഥാന മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. ധൃതരാഷ്ട്രർ, മഹാഭാരതം കഥ നിങ്ങൾക്കെല്ലാം അറിയാം. അന്ധനാണ്. അദ്ദേഹത്തോട് കുരുക്ഷേത്ര യുദ്ധത്തിൽ എന്ത് സംഭവിക്കുന്നുവെന്ന് സഞ്ജയൻ അകലെ ഇരുന്നിട്ട് വിവരിക്കുന്നുണ്ട്. അങ്ങനെ ധൃതരാഷ്ട്രരോട് സഞ്ജയന് വിവരിക്കാൻ കഴിഞ്ഞത് അന്ന് ഇൻ്റർനെറ്റും വീഡിയോ സൗകര്യങ്ങളും ഉണ്ടായിരുന്നതാണ് എന്ന്. ഒരു സാധാരണക്കാരനല്ലേ, ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയുടെ പ്രസംഗമാണ്. അതുപോലെ ഗണപതി, അന്ന് പ്ലാസ്റ്റിക് സർജറി ഇന്ത്യയിൽ ഉണ്ടായിരുന്നുവെന്നാണ്. മനുഷ്യൻ്റെ ശരീരം, ആനയുടെ തല അന്ന് ചെയ്യാൻ കഴിഞ്ഞിരുന്നു, അതുകൊണ്ടാണ് ഇതുണ്ടായത് എന്നാണ് ചിത്രം. അതുപോലെ കൗരവർ, നമുക്കറിയാം മഹാഭാരതം കഥ, ഗാന്ധാരി, വ്യാസൻ്റെ അവർക്ക് നൽകിയ ആശ്വാസം. പക്ഷെ അവർ പ്രസവിച്ചതൊരു മാംസപിണ്ഡമാണ്. വ്യാസനെ വീണ്ടും വിളിച്ചു. വ്യാസൻ പറഞ്ഞു, 100 ഭരണി എടുക്കുക, നെയ്യ് നിറയ്ക്കുക, ഇതിൽ കഷണമാക്കിയിടുക. അങ്ങനെയാണ് കൗരവന്മാരുണ്ടായത്. മഹാഭാരത മിത്തോളജി, ഇന്ത്യൻ മിത്തോളജി എങ്ങനെയാണ് പറയുക? ഇതിനെപ്പറ്റി എന്താ ഇവരുടെ ചിത്രീകരണം? ടിഷ്യൂ കൾച്ചർ അന്നേ ഡെവലപ്പ് ചെയ്തിരുന്നു ഇന്ത്യയിൽ എന്നാണ്. സ്റ്റെം സെൽ ട്രീറ്റ്മെൻറ്റ് അന്നേ അറിയാമായിരുന്നു എന്നാണ്. അതുപോലെ അന്ന് വിമാനത്തെപ്പറ്റി പറഞ്ഞിരുന്നു. അതുകൊണ്ട് അത്യാധുനികമായ വിമാനങ്ങൾ അന്നുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു. ഗോളാന്തര യാത്ര നടന്നിരുന്നു. എന്തബദ്ധമാണ് ഇവരൊക്കെ പ്രേരിപ്പിക്കുന്നത്? ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ സംസ്കാരങ്ങൾ, ഈജിപ്ഷ്യ നോക്കാം, ഗ്രീക്ക് നോക്കാം, ചൈന നോക്കാം, മയൻ, ആ കാലത്തെ മിത്തോളജി നോക്കിയാൽ എല്ലാ രാജ്യത്തും ഇത്തരം കഥകളുണ്ട്. ഇപ്പം ഗ്രീക്കിൽ പെഗാസസ്, മനുഷ്യ ശരീരവും കുതിരയും ഒരുമിച്ചുള്ളതാണ്. മനുഷ്യൻ്റെ അന്നത്തെ ഭാവന, ആ ഭാവനയുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ ചിറക് വിരിച്ചു പറന്ന് ഇതുപോലെ പലതിലും മനുഷ്യൻ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതെല്ലാം യാഥാർത്ഥ്യമായിരുന്നു എന്ന് പറഞ്ഞ് ചിത്രീകരിക്കുന്നത് അത് ശാസ്ത്ര വളർച്ചയെ സഹായിക്കുന്ന ഒരു സമീപനമല്ല. ഇപ്പം ഞാൻ കേട്ടു UGC ഒരു ടെസ്റ്റ് നടത്തുന്നു എന്നതാണ്. അത് കഴിഞ്ഞു എന്ന് തോന്നുന്നു, ഇല്ലേ? മാറ്റിവെച്ചു. അതെ, പശുവിൻ്റെ ദിവ്യത്വത്തെപ്പറ്റി പഠിക്കാൻ, റേഡിയോ ആക്ടിവിറ്റി ഇതിൻ്റെ കൗഡങ്ങിന് പരിഹരിക്കാനാവുമെന്നാണ്. ഗോമൂത്രം കഴിച്ചാൽ കോവിഡിനെ നിയന്ത്രിക്കാനാവുമെന്ന് പ്രസംഗിച്ച് നടക്കുന്ന എത്രയോ പേരുണ്ട്. അതിന് ഈ ഒരു അശാസ്ത്രീയമായ അപ്രോച്ച് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈ വലിയ വിജയമാണ്. ഇൻ്റലിജൻ്റ് ഡിസൈനിലേക്ക് മനുഷ്യനെത്തി ഈ കാലത്താണ്. തികഞ്ഞ അന്ധവിശ്വാസം, അശാസ്ത്രീയമായൊരു സമീപനം ഇതിനെ നേരിട്ടുകൊണ്ട് മാത്രമേ ശാസ്ത്രം, യുക്തി
അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രശ്നങ്ങളെയാകെ സമീപിക്കുന്ന ഒരു അവബോധം വളർത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാവും. ഇന്നിപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വിജ്ഞാന സമൂഹത്തിന്, അതിൻ്റെ വികാസത്തിന് പരമാവധി പ്രാധാന്യം നൽകി ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുന്ന ഗവൺമെൻറ്റാണ്. ഇന്നലെ ഐസക് ഇവിടെ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാവും, മുഖ്യമന്ത്രി നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാവും, ഇന്ന് സഹകരണ വകുപ്പ് മന്ത്രി ഇവിടെയുണ്ട്, നിങ്ങളോട് സംസാരിക്കുന്നുണ്ടാവും. ഈ കേരള സമൂഹത്തെ ഒരു വിജ്ഞാന സമൂഹമാക്കി വളർത്തുക ലക്ഷ്യം വെച്ചുകൊണ്ട് ലക്ഷ്യബോധത്തോടെ ഇടപെടുന്ന ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഗവൺമെൻറ്. ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തയ്യാറാക്കിയ അവരുടെ പെർസ്പെക്റ്റീവ് പ്ലാൻ കണ്ടു. 2014 2030 പരിപ്രേക്ഷ്യം അല്ലെങ്കിൽ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞുകൊണ്ടന്ന് തയ്യാറാക്കിയ ഒരു രേഖയാണ്. ആ രേഖയ്ക്കകത്തും അവർ നോളജ് സൊസൈറ്റിയെ പറ്റി പറയുന്നുണ്ട്. പക്ഷേ ആ നോളജ് സൊസൈറ്റി ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ വളർത്തി വികസിപ്പിക്കേണ്ടതായിട്ടല്ല അതിൻ്റെ കാഴ്ചപ്പാട്. സംരംഭകരുടെ ജോലിയാണ്. തീർച്ചയായിട്ടും സംരംഭകർക്ക് വലിയൊരു പങ്കുണ്ട്, പ്രയോജനപ്പെടുത്തണം. പക്ഷേ സമൂഹം, ഗവൺമെൻറ്, അതാണ് ഏറ്റവും കൂടുതൽ ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്. ഇന്നിപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടാവും, ഒരു വിജ്ഞാന സമൂഹ വളർച്ചയ്ക്ക് ആവശ്യമായ ഒട്ടനവധി ഘടകങ്ങൾ നമ്മുടെ കേരള സമൂഹത്തിൽ ഉണ്ട്, പ്രയോജനപ്പെടുത്താനാവുമെന്നത്. നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസം വളരെ ശക്തമായൊരു സ്കൂൾ വിദ്യാഭ്യാസമാണ്. അതുമാത്രമല്ല, നമ്മുടെ പൗരസമൂഹം ശാസ്ത്രം, യുക്തി, ഇക്കാര്യത്തിലൊക്കെ പ്രാധാന്യം നൽകുന്ന വിപുലമായ ഒരു സിവിൽ സമൂഹമുള്ള ഒരു സൊസൈറ്റിയാണ് കേരളം. എന്നാൽ ഇനിയും ഇക്കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേരളത്തിന് ആവശ്യമാണ്. ഇനിയും കേരളം ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വലിയ നേട്ടം നേടേണ്ടതായുണ്ട്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗവും ശാസ്ത്ര സാങ്കേതിക രംഗവും ഈ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ചുവട് പിടിച്ച് കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. ശക്തിപ്പെടുത്താൻ ആവശ്യമായ നടപടികൾ ഗവൺമെൻറ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ ഒരു വലിയ പങ്ക് നിർവഹിക്കാൻ കഴിയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. ധനസഹായം അതുണ്ടാവുന്നില്ല. എന്നിരുന്നാലും സംസ്ഥാന ഗവൺമെൻറ് കുറേ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ആ നടപടികളുടെ വേഗത വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്നതാണ് ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ പ്രയോഗക്ഷമമായ കാര്യങ്ങൾ, ഈ ഗവേഷണം, ടെക്നോളജി ഊന്നുന്നതോടൊപ്പം അടിസ്ഥാന ഗവേഷണ വിഷയത്തിലും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്നിപ്പോൾ അതിനെല്ലാം വലിയ സാധ്യതകളുണ്ട് നമ്മുടെ രാജ്യത്ത്. ഇപ്പോൾ ഒട്ടേറെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്കുണ്ട്, ഒട്ടേറെ ഗവേഷണശാലകളുണ്ട്. 3-4 ഡസനോളം വരുമെന്നാണ് സംസ്ഥാനത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും പ്രയോജനപ്പെടുത്തിയ. ഇത് കൂടുതൽ കാര്യക്ഷമമാക്കി പ്രയോഗക്ഷമമായ മേഖലകളിൽ, അതുപോലെ അടിസ്ഥാന ഗവേഷണ വിഷയങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് കേരളത്തിൻ്റെതായ സംഭാവന ഈ മേഖലകളിൽ കൂടുതലായി ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഈ സാധ്യതകൾക്കൊത്ത് എത്തിയോ എന്നത് എനിക്ക് സംശയമാണ്.
ആ സാധ്യതകൾക്കൊത്ത് എത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകണം എന്നതാണ്. തീർച്ചയായും ഇക്കാര്യങ്ങളിൽ ജനങ്ങളുടെ വർദ്ധിച്ച തോതിലുള്ള ഇടപെടലിനെ സഹായിക്കാനാണ് നിങ്ങൾ ഈ സമ്മിറ്റ് സംഘടിപ്പിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സമൂഹത്തിലാകെ ഒരു പുതിയ അവബോധം ഈ ആവശ്യകത സംബന്ധിച്ചുണ്ടാവേണ്ടിയിരിക്കുന്നു. കാരണം ആ സാമൂഹ്യ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ മാറ്റങ്ങളെല്ലാം ഉണ്ടാവുന്നത്. തീർച്ചയായും നിങ്ങൾ ഇന്നലെയും ഇന്നേയും നടത്തിയ ഈ ചർച്ച ഈ ഒരു പുതിയ അവബോധം ശാസ്ത്ര സാങ്കേതിക രംഗത്തും മറ്റു മേഖലകളിലും പുതിയ കൂടുതൽ നേട്ടങ്ങൾ നേടേണ്ട എന്നൊരു പുതിയ അവബോധം സൃഷ്ടിക്കാൻ ഉപകരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത്തരമൊരു ശ്രമം നടത്തിയതിന് യുവ പ്രഗത്ഭരായ നിങ്ങളെയാകെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ആ നിലയിൽ ഈ ശാസ്ത്രത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന തികച്ചും ശാസ്ത്രീയമായ സമീപനം സ്വീകരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം കൂടുതൽ ശക്തിപ്പെടുകയും കരുത്താർജിക്കുകയും ആ നിലയിൽ ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ളൊരു സമൂഹ സൃഷ്ടിക്ക് വളരെ പ്രധാനമാണ് എന്ന് മാത്രം നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സമാപന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദനങ്ങൾ.